ഡോക്ടറെ വെരിക്കോസ് കാരണം കാലിന് നല്ല വേദനയാണ്, ഞരമ്പെല്ലാം തടിച്ചു. എന്താണ് അതിൻ്റെ കാരണം? ഓക്കെ ചേട്ടാ, ഒന്ന് ഇവിടെ ഇരിക്കാവോ? കാലൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നേ. ചേട്ടാ, ഈ വെരിക്കോസ് എന്ന് പറയുന്ന രോഗാവസ്ഥ ആക്ച്വലി നമ്മളുടെ കാലുകളിലുള്ള വെയിനുകളുടെ, അതായത് ഞരമ്പുകളുടെ രക്തയോട്ടം ബ്ലോക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു രോഗാവസ്ഥയാണ്. ചേട്ടാ, നമ്മുടെ കാലുകളിലുള്ള വെയിനുകളിൽ വാൽവുകളുണ്ട്. ഈ വാൽവുകൾ അടയ്ക്കും തുറക്കും ചെയ്യുമ്പോഴാണ് ആക്ച്വലി നമ്മുടെ കാലിലേക്ക് ബ്ലഡ് സപ്ലൈ ഉണ്ടാകുന്നത്. ഈ വാൽവുകൾക്ക് എന്തെങ്കിലും തകരാറുണ്ടാകുമ്പോൾ നമ്മുടെ കാലിലേക്കുള്ള ബ്ലഡ് സപ്ലൈ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. വെരിക്കോസ് വെയിൻ എന്ന് പറയുന്ന രോഗാവസ്ഥ കൂടുതൽ നിന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർ, ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരിൽ, അമിത വണ്ണമുള്ളവരിൽ, അതുപോലെ തന്നെ പാരമ്പര്യം ഒരു ഘടകമാണ്. വയസ്സായ ആളുകളിൽ, എക്സസൈസ് അധികം ചെയ്യാത്ത ആളുകളിലും, പിന്നെ സ്ത്രീകളിലൊക്കെ പ്രഗ്നൻസിക്ക് ശേഷവും നമ്മൾ കൂടുതൽ കണ്ടുവരുന്നുണ്ട്. വെരിക്കോസിന്റെ ആദ്യഘട്ടങ്ങളിലൊന്നും നമുക്ക് സിംറ്റംസ് ഒന്നും അധികം കാണാനായിട്ട് സാധിക്കില്ല. പിന്നീട്, അതായത് ഡിസീസ് അഡ്വാൻസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ സിംറ്റംസ് വിസിബിളായിട്ട് കാണുന്നത്. ആക്ച്വലി ഇപ്പോൾ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ കാലിൽ തരിപ്പ്, മരവിപ്പ് തുടങ്ങിയിട്ടുള്ള സിംറ്റംസ്, കാല് വേദന, വെയിൻ എൻലാർജ് ചെയ്ത് നിൽക്കുക, ഇങ്ങനെയുള്ള സിംറ്റംസ് ഒക്കെ ഡിസീസ് അഡ്വാൻസ് ചെയ്യുമ്പോഴാണ് നമ്മൾ കണ്ടുവരുന്നത്. ഈ രോഗത്തിന് നമ്മൾ ചികിത്സയായിട്ട് വരുന്നത് ബ്ലഡ് സർക്കുലേഷൻ റെഡിയാക്കി എടുക്കുക, അതുപോലെ തന്നെ നമ്മളുടെ സിംറ്റത്തിനെയും പോസിറ്റീവ് ഫാക്ടേഴ്സിനെയും ചികിത്സിക്കുക, അശുദ്ധ രക്തത്തിനെ പുറത്ത് കളയുക തുടങ്ങിയിട്ടുള്ള ചികിത്സകളാണ്. അതിനായിട്ട് സ്ഥിരാവേദനം, അതുപോലെ ലീച്ച് തെറാപ്പി, പലതരത്തിലുള്ള കിഴികൾ, അഭ്യംഗം, പലതരത്തിലുള്ള ലേപനങ്ങൾ തുടങ്ങിയ ചികിത്സകളാണ് നമ്മൾ ചെയ്തു വരാറുള്ളത്. ആക്ച്വലി ഇവിടെ ഉയർവിനിയിൽ സ്ഥിരാവേദനം, ലീച്ച് തെറാപ്പി, അതുപോലെ തന്നെ അഭ്യംഗം, പലതരത്തിലുള്ള ലേപനങ്ങൾ തുടങ്ങിയിട്ടുള്ള ചികിത്സകളാണ് കൂടുതലായിട്ടും കൊടുത്തു വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് പെയിനും നംനെസ്സൊക്കെ കൂടുതലാണെങ്കിൽ പലതരത്തിലുള്ള കിഴികളും നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്.